തിരുവചന പ്രദീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ വചനം രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം 21-ാം വാക്യമാണ്. പിന്നെ അവൻ കുട്ടിയുടെ മേൽ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. എൻ്റെ ദൈവമായ യഹോവയെ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു. അവൻ ജീവിച്ചു. ഏലിയാവിൻ്റെ കാലത്ത് നടന്ന ഒരു അത്ഭുതമാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഏലിയാവിനെ ദൈവം ഏൽപ്പിച്ച ദൗത്യം നിർവഹിച്ചതിന് ശേഷം അവൻ കരീത്ത് തോട്ടിനരികെ ഒളിച്ചിരുന്നുവെങ്കിലും തോട്ടിലെ വെള്ളം വറ്റിയതിനാൽ ദൈവം അവനെ സാരെഫാത്തിലെ വിധവയുടെ അടുക്കിലേക്ക് അയച്ചു. വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്ന കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. വിശന്നും ദാഹിച്ചും ഇരുന്ന ഏലിയാവിന് അപ്പവും വെള്ളവും കൊടുത്തു എന്നതാണ് ആ വിധവ ചെയ്ത നന്മ. അവളുടെ ഭവനത്തിൽ ആകെ ഉണ്ടായിരുന്ന 1 പിടി മാവും അല്പം എണ്ണയും അത് ദൈവഭൃത്യന്റെ ആവശ്യപ്രകാരം അവന് നൽകി. അവളുടെ ജീവിതകാലം മുഴുവൻ കലത്തിലെ മാവ് തീരാതെയും കുടത്തിലെ എണ്ണ കുറയാതെയും ദൈവം അനുഗ്രഹിച്ചു. എങ്കിലും അപ്രതീക്ഷിതമായി ഒരു സംഭവം ആ ഭവനത്തിലുണ്ടായി. അവളുടെ ഏക മകൻ പെട്ടെന്ന് ദീനം പിടിച്ചു മരിച്ചു. അവളുടെ ഏക ആശ്രയമായിരുന്നു ആ മകൻ എന്നത് അവളെ വളരെ ദുഃഖിപ്പിച്ചു. ഏലിയാവ് ഭവനത്തിൽ വന്നത് അനുഗ്രഹമായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വളരെ വേദനാജനകമായ സംഭവം അവളുടെ ജീവിതത്തെ വീണ്ടും നിരാശയിലേക്ക് തള്ളിവിട്ടത്. എന്നാൽ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ കഴിയുന്ന ദൈവമാണ് ഏലിയാവിൻ്റെ ദൈവം എന്ന് വ്യക്തമാക്കത്തക്കവണ്ണം ദൈവം ഇവിടെയും അത്ഭുതം പ്രവർത്തിക്കുന്നു. അവളുടെ കഴിഞ്ഞകാല പാപത്തിന് ദൈവം നൽകിയ ശിക്ഷയാണോ എന്ന് സംശയിക്കത്തക്ക സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. ഏത് പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും എന്ന യാഥാർത്ഥ്യം ദൈവം അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഏലിയാവ് മരിച്ച മകനെ അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി മാളിക മുറിയിൽ ഒരു കട്ടിലിൽ കിടത്തി. കുട്ടിയുടെ മേൽ അവൻ 3 പ്രാവശ്യം കവിണ്ണു കിടന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ. ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു. മരിച്ച കുട്ടി ഇതാ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരണത്തിൽ നിന്നും ജീവനിലേക്കുള്ള അത്ഭുതകരമായ മാറ്റം ഏലിയാവ് ആ കുട്ടിയോട് ഏകീഭവിച്ചു. ഒരു കുട്ടിയെപ്പോലെ അവൻ ചെറുതായി തീർന്നു. ഏലിയാവിൻ്റെ ഈ പ്രവൃത്തി ഒരു കുട്ടിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. എന്നാൽ പിതാവിൻ്റെ മടിയിൽ നിന്ന ഏകജാതനായ പുത്രൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് താണിറങ്ങി വന്നതിനാൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചു, നിത്യജീവൻ നൽകി. മുടിയനായ പുത്രൻ ഭവനത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ പിതാവ് പറഞ്ഞ വാക്ക് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീർന്നു. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു തുടങ്ങി. പ്രിയരെ, ഈ കർത്ത ദിവസത്തിൽ നമുക്ക് ഓർക്കുവാനുള്ളത് നമ്മുടെ പൂർവ്വകാല അവസ്ഥയാണ്. നിത്യമായ മരണത്തിന് വിധിക്കപ്പെട്ട നമ്മെ ഉയർപ്പിച്ചിരിക്കുന്നു. അതിനുവേണ്ടി കർത്താവ് ചെയ്ത ത്യാഗം എത്രയോ വലുതായിരുന്നു. നമ്മോട് ഏകീഭവിച്ച് നമ്മിൽ ഒരുവനെ പോലെ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടു. സ്വന്തം പ്രാണൻ നമുക്കായി ഏൽപ്പിച്ചു തന്നു. നമ്മെ സ്നേഹിച്ച സ്നേഹം ഇതുപോലെ മറ്റാരും നമ്മെ സ്നേഹിച്ചില്ല. കഷ്ടം സഹിച്ചില്ല, അപമാനവും നിന്ദയും സഹിച്ചില്ല, പരിഹാസം ഏറ്റുവാങ്ങിയില്ല. നമ്മെ വീണ്ടും ജീവിപ്പിക്കുവാൻ, പുത്രത്വവും പദവികളും അനുഗ്രഹങ്ങളും നൽകുവാൻ കർത്താവ് നമുക്ക് വേണ്ടി താണിറങ്ങി വന്നു. ഈ മഹാസ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും മുമ്പിൽ നമ്മുടെ ശിരസ്സുകളെ നമിക്കാം, ഹൃദയങ്ങളെ താഴ്ത്താം. ഹൃദയത്തിൽ നിന്നും ഉയർന്നു വരുന്ന സ്തുതി സ്തോത്രങ്ങൾ, മഹത്വവും സ്തുതിയും ആരാധനയും ആ തൃപ്പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അല്പസമയത്തേക്ക് താഴ്ച ഭവിച്ചനായി തീർന്നെങ്കിലും മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായി നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ട് നമുക്കായി ജീവിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരുന്നുള്ള പ്രത്യാശയോടുകൂടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കർത്താവിൻ്റെ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു. ദൈവജീവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഞങ്ങളെ നിത്യമായ ജീവനിലേക്ക് നയിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി താണിറങ്ങി വന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളോട് ഏകീഭവിച്ചത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾ ഒരുവനെ പോലെ അവിടുന്ന് ആയിത്തീർന്നത് കൊണ്ട് സ്തോത്രം.
സ്തോത്രം. അവിടുത്തെ സ്വന്തം പ്രാണൻ ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചെന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് നിത്യജീവൻ നൽകിയ ആ വലിയ കൃപയ്ക്കായി, ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു. സർവമഹത്വ തൃപാദത്തിൽ സമർപ്പിക്കുന്നു. ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.